നമസ്കാരം. കിഴക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇസ്രായേലിൻ്റെ പ്രത്യേക യുദ്ധ അന്തരീക്ഷത്തിൽ ഹോം ഫ്രണ്ട് കമാൻഡ് അല്ലെങ്കിൽ ഇസ്രായേൽ ഗവൺമെൻറ് നൽകുന്ന മാർഗ്ഗനിർദ്ദേശങ്ങളെക്കുറിച്ചാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ വിശദീകരിക്കാൻ ശ്രമിക്കുന്നത്. ഇത് ഇസ്രായേലിൽ വർക്ക് ചെയ്യുന്ന എല്ലാ ഫോറിൻ വർക്കേഴ്സിനും ഒരുപോലെ ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ട കുറച്ച് മാർഗ്ഗനിർദ്ദേശങ്ങളാണ്. ഫസ്റ്റ് ഓഫ് ഓൾ എന്താണെന്ന് വെച്ചാൽ ഹോം ഫ്രണ്ട് അല്ലെങ്കിൽ ഹോം കമാൻഡിങ് സിസ്റ്റം എന്ന് പറയുന്നത് ഇസ്രായേലിലെ തന്നെ വ്യാപകമായ രീതിയിൽ ഏതൊരു അറ്റാക്കിനെ ആയിക്കോട്ടെ മറ്റേതെങ്കിലും ഒരു അടിയന്തര സാഹചര്യങ്ങളെ നമ്മളിലേക്ക് എത്തിക്കുന്ന ഏറ്റവും സിമ്പിളായിട്ടുള്ളതും ഏറ്റവും വാല്യുബിളായിട്ടുള്ളതും ഓരോരുത്തരുടെ ഫോണിൽ നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷനാണ് ഹോം ഫ്രണ്ട് കമാൻഡ് എന്ന് പറയുന്നത്. അത് പൂർണ്ണമായിട്ടും നമ്മൾ അംഗീകരിക്കണം, അല്ലെങ്കിൽ നിർദ്ദേശങ്ങൾ അനുസരിക്കണം. പലപ്പോഴും നമ്മൾ എസ്പെഷ്യലി ഇന്ത്യക്കാർ അല്ലെങ്കിൽ മലയാളികളായിട്ടുള്ള ആളുകൾ പലപ്പോഴും ഇത് വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്താറില്ല എന്ന് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് അറിയാം, ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ എല്ലാവരുടെയും മൊബൈലിലേക്ക് സൈറൻ അലാറം ആയിക്കോട്ടെ അല്ലെങ്കിൽ ഹോം ഫ്രണ്ടിൻ്റെ നെറ്റ്വർക്ക് കമാൻഡ് ആയിക്കോട്ടെ ഒരു മിസൈൽ അറ്റാക്കിന് മിനിറ്റുകൾക്ക് മുമ്പ് തന്നെ നമ്മുടെ ഫോണിലേക്ക് വരുന്നതായിരിക്കും. അപ്പം അതിനോട് സംബന്ധിച്ചിട്ടുള്ള ആപ്ലിക്കേഷനുകൾ, റെഡ് അലേർട്ട് ആപ്ലിക്കേഷനുകളൊക്കെ ആപ്പ് സ്റ്റോറിലും പ്ലേ സ്റ്റോറിലൊക്കെ അവൈലബിൾ ആണ്. അത് ഡൗൺലോഡ് ചെയ്ത് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഇസ്രായേലി ന്യൂസ് ഏജൻസികളായിട്ടുള്ള വൈനെറ്റ് അല്ലെങ്കിൽ ജെറുസലേം പോസ്റ്റ്, ജൂയിഷ് ബ്രേക്കിംഗ് ന്യൂസ്, ഇങ്ങനെയുള്ള വാട്സപ്പ് ചാനലുകൾ, ഇൻസ്റ്റാഗ്രാം പേജുകൾ, ഫേസ്ബുക്ക് പേജുകൾ, അതുപോലെ നമുക്ക് വാർത്തകൾ കിട്ടാൻ സാധ്യതയുള്ള സോഴ്സുകൾ എപ്പോഴും തന്നെ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനായിട്ട് തയ്യാറാകുക. അതുപോലെ എംബസി ഇൻസ്ട്രക്ഷൻസ്, നമ്മുടെ ഏതാണ് ഹോം കൺട്രി, നമ്മളിപ്പോൾ ഇന്ത്യക്കാരായതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ഹോം കൺട്രിയുടെ എംബസി ഉണ്ട്, ഇന്ത്യൻ എംബസി ഇസ്രായേലിലുണ്ട്. ഇന്ത്യൻ എംബസിയുടെ മാർഗ്ഗനിർദ്ദേശങ്ങൾ കൃത്യമായിട്ട് നമ്മൾ അനുസരിക്കുക. അതുപോലെ തന്നെ അവരേതെങ്കിലും രീതിയിലുള്ള രജിസ്ട്രേഷൻ ഫോമുകളോ രജിസ്ട്രേഷൻസോ പറയുകയാണെങ്കിൽ, അഡ്വൈസ് ചെയ്യുകയാണെങ്കിൽ അത് രജിസ്റ്റർ ചെയ്യാനായിട്ട് നമ്മൾ തയ്യാറാകുക. എംബസി ഒഫീഷ്യൽ വെബ്സൈറ്റുകൾ നമുക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്യാവുന്നതാണ്. സേഫ്റ്റി അലാറങ്ങൾ വരുന്ന സമയത്ത് കൃത്യമായിട്ട് ബങ്കറുകളിലേക്കോ ഷെൽട്ടറുകളിലേക്ക് മാറാനായിട്ട് തയ്യാറാകുക. പലപ്പോഴും കാണുന്നൊരു കാഴ്ച എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ അലാറം വരും, നമ്മളിരിക്കുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ നമ്മൾ ജീവിക്കുന്ന സ്ഥലത്ത് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ലെങ്കിൽ അടുത്ത അലാറം വരുമ്പോഴത്തേക്കും നമ്മുടെ ആളുകൾ പോകത്തില്ല, അല്ലെങ്കിൽ ഹോസ്റ്റലിലോ അല്ലെങ്കിൽ ജോലി സ്ഥലത്തോ തന്നെ ഇരിക്കും, ഇവിടെ വരത്തില്ല എന്നൊരു പ്രഡിക്ഷൻ നമ്മൾ തന്നെ കൊണ്ടുവരികയാണ്. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. കാര്യം നമുക്കൊരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമല്ല നിലവിൽ ഇസ്രായേലിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. സോ എപ്പോഴും നമ്മൾ ഷെൽട്ടറിലേക്ക് പോകാനായിട്ട് തയ്യാറാകുക. അതുപോലെ തന്നെ ചില ബിൽഡിങ്ങുകളിലൊക്കെ ഇപ്പം ചില സ്ഥലങ്ങളിൽ ഷെൽട്ടർ ഇല്ലാത്തൊരു സാഹചര്യമുണ്ട്. ഇപ്പോൾ 14 അല്ലെങ്കിൽ 15 നിലയൊക്കെ ഉള്ള ബിൽഡിങ്ങാണ്, ചിലപ്പോൾ 2 ഷെൽട്ടറുകളുണ്ടാവും. അതിൽ ഒരെണ്ണം ചിലപ്പോൾ 7ാമത്തെ നിലയിലായിരിക്കും, ചിലപ്പോൾ ഒരെണ്ണം അണ്ടർഗ്രൗണ്ടിലായിരിക്കും. എപ്പോഴും നമുക്ക് സാധ്യമാകുന്നിടത്തോളം നമ്മൾ അണ്ടർഗ്രൗണ്ടിലുള്ള ബങ്കറുകളിലേക്ക് മാറാനായിട്ട് ശ്രദ്ധിക്കുക. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിൽ ഡയറക്റ്റ് ഹിറ്റ് വരുന്ന സമയത്ത് ഇമ്പാക്റ്റ് വരുന്നത് ആ എൻറ്റയർ ബിൽഡിങ്ങിനായിരിക്കും. അപ്പോൾ എപ്പോഴും നമുക്ക് ഏറ്റവും സേഫായിട്ടിരിക്കാൻ പറ്റുന്നത് ഏറ്റവും താഴെയുള്ള ബങ്കറിലാണ്. മിഡിലായിട്ടുള്ള ബങ്കർ വരെയും തകർന്നു പോകാനുള്ള സാധ്യത, അല്ലെ ബങ്കർ താഴോട്ട് പതിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കഴിഞ്ഞ ദിവസം ഇപ്പം നമുക്കറിയാം, ബത്യാമിൽ ഡയറക്റ്റ് ബിൽഡിങ്ങിൽ ഹിറ്റ് ഉണ്ടായ സമയത്ത് ആ ബിൽഡിങ്ങിൻ്റെ ഒരു സൈഡ് മൊത്തമായിട്ടും തകർന്നു പോയി. അങ്ങനെ ഒരു സാഹചര്യം വരുമ്പോഴത്തേക്കും നമുക്കൊരിക്കലും ഈ ഒരു ഇത് എടുക്കുന്നത്, നമ്മൾ ബിറ്റ്വീനിലുള്ള ഷെൽട്ടർ എടുക്കുന്നത് ഒരിക്കലും സേഫാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം മലയാളികൾ താമസിച്ചുകൊണ്ടിരുന്ന ഹോസ്റ്റലിന് മുകളിൽ ഡയറക്റ്റ് ഹിറ്റ് ഉണ്ടായി. 6 പേര് ആ ഹോസ്റ്റലിലുണ്ടായിരുന്നു. ഭാഗ്യം എന്ന് പറയാമല്ലോ, എല്ലാവരും തന്നെ ബങ്കറിലേക്ക് മാറിയിരുന്നതുകൊണ്ട് തന്നെ അവർക്ക് ആർക്കും തന്നെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല, അല്ലെങ്കിൽ ആരോഗ്യപരമായിട്ട് ഇഷ്യൂസ് ഒന്നും ഉണ്ടായില്ല. ആ ബിൽഡിംഗ് പൂർണ്ണമായിട്ടും തകർന്നു പോയി. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കാനായിട്ട് തീർച്ചയായിട്ടും എല്ലാവരും ഷെൽട്ടറിലേക്ക് പോവുക. അത് മാത്രമല്ല, ഷെൽട്ടറിലേക്ക് മാറിയതിന് ശേഷം അലാറം അടിച്ചതിന് ശേഷവും അല്ലെങ്കിൽ സൈറൺ വന്നതിന് ശേഷവും 10 മിനിറ്റ് സമയത്തോളം നമ്മൾ ഷെൽട്ടറിനകത്ത് അല്ലെങ്കിൽ ബങ്കറിനകത്ത് തന്നെ തുടരാനായിട്ട് ശ്രദ്ധിക്കുക. എമർജൻസി സാഹചര്യങ്ങൾ വരാൻ സാധ്യതയുള്ള ഒരു കാലയളവിൽ അല്ലെങ്കിൽ ഈ ഒരു പ്രത്യേക സമയത്ത് നമ്മളെപ്പോഴും ഒരു ചെറിയ ബാഗ് നമ്മുടെ കൈവശം കരുതുന്നത് നല്ലതായിരിക്കും. അതിനകത്ത് നമുക്ക് പാസ്പോർട്ട് എടുത്ത് വയ്ക്കാം, നമ്മുടെ ഡോക്യുമെൻറ്റുകൾ, വാല്യൂബിൾ ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എടുത്ത് വയ്ക്കാം, നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ അത്, ക്രെഡിറ്റ് കാർഡുകൾ, അതുപോലെ മൊബൈലിൻ്റെ ചാർജർ, അതുപോലെ തന്നെ പവർ ബാങ്ക്, ചാർജ് ചെയ്ത് വെച്ചിരിക്കുന്ന പവർ ബാങ്ക്, ബേസിക് മെഡിസിൻസ്, അതുപോലെ തന്നെ റെഗുലർ മെഡിസിൻസ് കഴിക്കുന്ന ഒരാളാണെങ്കിൽ റെഗുലർ മെഡിസിൻ ഒക്കെ നമുക്ക് അതിനകത്ത് എടുത്ത് വയ്ക്കാവുന്നതാണ്. എംപ്ലോയറായിട്ട് അല്ലെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥാപനമായിക്കോട്ടെ അല്ലെങ്കിൽ ഫാമിലി ആയിക്കോട്ടെ അവരുമായിട്ട് കൃത്യമായിട്ടൊരു കോർഡിനേഷൻ നമ്മൾ വരുത്തിയിരിക്കണം. അല്ലെങ്കിൽ ഒരു എമർജൻസി സാഹചര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ പ്രിക്കോഷൻസാണ് നമ്മൾ എടുക്കേണ്ടത്. എസ്പെഷ്യലി ചില ബിൽഡിങ്ങിനൊക്കെ എമർജൻസി എക്സിറ്റ് പ്ലാൻ ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മളൊരു പേഷ്യൻറ്റിൻ്റെ കൂടെയാണ് ജോലി ചെയ്യുന്നതെങ്കിൽ ആ പേഷ്യൻറ്റിനെ നമ്മൾ എങ്ങോട്ട് മാറ്റണം, അല്ലെങ്കിൽ നേരത്തെ തന്നെ പേഷ്യൻറ്റിന് ചില ഫാമിലീസൊക്കെ അവർ തന്നെ പറയാറുണ്ട്, കെയർ ഗീവറുമായിട്ട് വർക്ക് ചെയ്യുന്ന ആളോട്, നിങ്ങളുടെ കാര്യം നോക്കിയാൽ മതി, പേഷ്യൻറ്റുമായിട്ട് പോകാൻ പറ്റാത്തൊരു സാഹചര്യമാണ്, നിങ്ങൾ പേഷ്യൻറ്റിനെ മാറ്റണമെന്നില്ല, നിങ്ങൾ ബങ്കറിലേക്ക് പൊക്കോളൂ, പേഷ്യൻറ്റിനെ അവിടെ തന്നെ ഇരുത്തിക്കോളാൻ പറയും. അതല്ലാത്തൊരു സാഹചര്യത്തിലാണെങ്കിൽ നമുക്കിപ്പോൾ പേഷ്യൻറ്റിനെ ഷിഫ്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു സാഹചര്യമാണെങ്കിൽ ആ ഷിഫ്റ്റിംഗ് എക്യുപ്മെൻറ്റ്സ് ലൈക്ക് വീൽ ചെയറോ അല്ലെങ്കിൽ എന്താണോ ഇലക്ട്രോണിക് വീൽ ചെയറോ അല്ലെങ്കിൽ ഷിഫ്റ്റിംഗ് എക്യുപ്മെൻറ്റ്സ് എന്തൊക്കെയാണോ അതെപ്പോഴും തയ്യാറാക്കി വയ്ക്കുക. പേഷ്യൻറ്റിന് അടുത്ത് തന്നെ പെട്ടെന്ന് തന്നെ പേഷ്യൻറ്റിനെ നമുക്ക് ഷിഫ്റ്റ് ചെയ്യാവുന്ന രീതിയിൽ അങ്ങനെയുള്ള എക്യുപ്മെൻറ്റ്സ് എപ്പോഴും തന്നെ
നമ്മൾ പേഷ്യൻറ്റിൻ്റെ അടുത്ത് വെക്കാനായിട്ട് നോക്കാം. അതുപോലെ പെട്ടെന്നൊക്കെ ജോലിക്ക് കയറുന്ന അല്ലെങ്കിൽ അടുത്ത ദിവസങ്ങളൊക്കെ ജോലിക്ക് കയറുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ പുതിയതായിട്ട് നാട്ടിൽ നിന്ന് വന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവിടെ ഷെൽട്ടർ എവിടെയാണെന്ന് ചിലപ്പോൾ അറിയത്തില്ലായിരിക്കും. ഓൾമോസ്റ്റ് ഇസ്രായേലിലെ എല്ലാ സ്ഥലങ്ങളിൽ നിന്നും തന്നെ ഒരു 400 മീറ്റർ അല്ലെങ്കിൽ 500 മീറ്ററിന് അകത്ത് തന്നെ നമുക്ക് ഷെൽട്ടറുകൾ അവൈലബിൾ ആയിരിക്കും. വാക്കബിൾ ഡിസ്റ്റൻസിൽ ഷെൽട്ടറുകൾ അവൈലബിൾ ആയിരിക്കും. പലർക്കും അറിയത്തില്ല ഈ ഷെൽട്ടർ എവിടെയാണെന്നുള്ളത്. എപ്പോഴും പലരും വിളിക്കുമ്പോൾ പറഞ്ഞാൽ എൻ്റെ ബിൽഡിങ്ങിൽ ഷെൽട്ടർ ഇല്ല. അതൊരു ഫാക്റ്റാണ്. പല ബിൽഡിങ്ങുകളിൽ ഷെൽട്ടർ ഇല്ല ഇപ്പോഴും. അപ്പോഴും നമുക്ക് വാക്കബിൾ ഡിസ്റ്റൻസിൽ അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഓടിച്ചെല്ലാവുന്ന ഡിസ്റ്റൻസിലെങ്കിലും, കാര്യം എന്ന് വെച്ചാൽ ഇപ്പം ഓൾമോസ്റ്റ് 10 മിനിറ്റ് മുന്നെയൊക്കെ സേഫ്റ്റി അലാറംസ് വരാറുണ്ട്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ എപ്പോഴും നമുക്ക് ആക്സസബിൾ ആയിട്ടുള്ള ബങ്കർ എവിടെയാണെന്ന് ആളുകളോട് ചോദിക്കുക, അല്ലെങ്കിൽ പേഷ്യൻ്റെ ഫാമിലിയോട് ചോദിക്കുക, അല്ലെങ്കിൽ കമ്പനിയിലോ അല്ലെങ്കിൽ ക്യാമ്പിലൊക്കെയാണ് താമസിക്കുന്നതെങ്കിൽ അവിടെ പ്രദേശവാസികളായിട്ടുള്ള ആളുകളോട് ചോദിച്ച് മനസ്സിലാക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മുടെ ഫോൺ എപ്പോഴും തന്നെ ഫുൾ ചാർജ് ചെയ്ത് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മുടെ ലൊക്കേഷൻ ഇപ്പം നമ്മൾ വളരെ ഡിയറസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് ട്രസ്റ്റബിൾ ആയിട്ടുള്ള സുഹൃത്തുക്കൾക്ക് നമ്മുടെ ഫോണിൻ്റെ ലൊക്കേഷൻ, നമ്മളെവിടെയാണ് താമസിക്കുന്നത്, ആ ലൊക്കേഷൻ കൃത്യമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഇൻഫർമേഷൻ ഷെയർ ചെയ്യാൻ പറ്റിയ ഏജൻസികൾ, നമ്മുടെ ജോലി ചെയ്യുന്ന ഏജൻസി ആയിക്കോട്ടെ, ഫാമിലി കോൺടാക്റ്റ് നമ്പറുകളായിക്കോട്ടെ, നമ്മുടെ കമ്മ്യൂണിറ്റി ലീഡേഴ്സ് ആയിക്കോട്ടെ, എംബസിയുടെ കോൺടാക്റ്റ് നമ്പറുകളായിക്കോട്ടെ, ഇങ്ങനെയുള്ള കോൺടാക്റ്റ് നമ്പറുകളെല്ലാം നമ്മുടെ കൈവശം എപ്പോഴും ഉള്ളത് വളരെ നല്ലതായിരിക്കും. അതുപോലെ തന്നെ ഹൈ റിസ്ക് ആയിട്ടുള്ള ഏരിയകളിലേക്ക് ട്രാവലിംഗ് നമ്മൾ അവോയ്ഡ് ചെയ്യാം. ലൈക്ക് ഇപ്പോൾ ബോർഡേഴ്സിലൊക്കെ ജോലി കാണാൻ പോകുന്ന ആളുകളുണ്ട്, നോർത്തേൺ ബോർഡറുകളിൽ അല്ലെങ്കിൽ ഗാസ സ്ട്രിപ്പിൽ, അങ്ങനെ ഒരു സ്ഥലത്തൊക്കെ ജോലി ഇല്ലാത്ത സമയത്ത് ജോലി ദൂരത്തേക്ക് ജോലി അന്വേഷിച്ച് പോകുന്നുണ്ട്. അപ്പോൾ ഒരു ലോങ് ടൈം ജേർണി നമുക്ക് വരുന്ന സമയത്ത് ഏതെങ്കിലും പബ്ലിക് പ്ലേസിൽ വെച്ച്, അല്ലെങ്കിൽ ഒരു ഡെസേർട്ടഡ് ആയിട്ടുള്ള ഏരിയയിൽ വെച്ചോ, അല്ലെങ്കിൽ ഒരു കാലിയായ റോഡിൽ വെച്ചൊക്കെ പെട്ടെന്ന് എന്തെങ്കിലും ഒരു ആക്രമണം ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിൽ നമുക്ക് വേറെ സേഫ്റ്റി ബങ്കേഴ്സിലേക്കോ അല്ലെങ്കിൽ സേഫ്റ്റി ഷെൽട്ടേഴ്സിലേക്കോ സേഫ്റ്റി പ്ലേസസിലേക്ക് നമുക്ക് മാറാൻ പറ്റാത്തൊരു സാഹചര്യം വരാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കുക. അതുപോലെ തന്നെ മിലിറ്ററി സോണുകളിലേക്ക്, മിലിറ്ററി ക്യാമ്പ് ബേസ് ചെയ്തിട്ടുള്ള സ്ഥലങ്ങൾ, അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് പരമാവധി യാത്ര ഒഴിവാക്കുക. നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മുടെ മെൻ്റൽ ഹെൽത്ത് എന്ന് പറയുന്നത്. അത് എക്സ്പെഷ്യലി പുതിയതായിട്ട് വന്ന ആളുകളൊക്കെ സംബന്ധിച്ചിടത്തോളം അവരാദ്യമായിട്ടായിരിക്കും ഇങ്ങനെയുള്ളൊരു സാഹചര്യമൊക്കെ കാണുന്നത്. അപ്പോൾ നമ്മൾ മെൻ്റലി പ്രിപ്പയർ ആകുക. നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു സാഹചര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇസ്രയേൽ പോലത്തെ എല്ലാ രീതിയിലും സുരക്ഷിതത്വമുള്ള ഒരു രാജ്യമാണ്. നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ എല്ലാ രീതിയിലും സജ്ജമായ ഒരു രാജ്യത്താണ് നമ്മളുള്ളതെന്ന് നമ്മൾ മനസ്സിലാക്കുക. അതിനുപരിയായിട്ട് നമ്മുടെ സുഹൃത്തുക്കളുമായിട്ടെല്ലാം നമ്മൾ വളരെ ക്ലോസ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കുക. എപ്പോഴും നമ്മുടെ പ്രശ്നങ്ങൾ, കാര്യങ്ങൾ ഷെയർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. എസ്പെഷ്യലി ഇന്നലെ ഉണ്ടായ ഒരു സാഹചര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ബത്യാമിൽ മിസൈൽ ഹിറ്റ് ചെയ്ത സമയത്ത് അതിനടുത്ത് തന്നെ താമസിക്കുന്ന ഒരു ചേച്ചിയുണ്ട്. ഈ ഞാൻ പറഞ്ഞല്ലോ, ഹോസ്റ്റലിൽ ഡയറക്റ്റ് ഹിറ്റ് ചെയ്ത് ഹോസ്റ്റൽ തകർന്നു. പക്ഷേ ഈ ഹോസ്റ്റൽ തകർന്ന ആളുകൾ ഏകദേശം എനിക്ക് ഒന്ന് വെളുപ്പിന് 3 മണിക്കൊക്കെ ആയിരിക്കും എന്നെ വിളിച്ചത്. ആ 3 മണി തൊട്ട് 3 മണി വരെ ആരും ഉറങ്ങിയിട്ടില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സേഫ്റ്റി അലാറംസ് വന്നുകൊണ്ട്, സൈറൻസ് വന്നുകൊണ്ടിരുന്നുകൊണ്ട് ബങ്കറിലേക്കൊക്കെ മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു. 3 മണിക്ക് ശേഷം ഞാനടക്കം ഒരു പറ്റ സുഹൃത്തുക്കൾക്ക് ഉറങ്ങാൻ സാധിച്ചില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ചേച്ചി എവിടെയാണെന്ന് അറിയത്തില്ല. ഈ ചേച്ചി മിസ്സിങ് ആയിരുന്നു. പറ്റാവുന്ന എല്ലാ സാഹചര്യങ്ങളും അന്വേഷിച്ചു. ഈ ചേച്ചിയെക്കുറിച്ച് ആർക്കും തന്നെ അറിയത്തില്ല. ബിക്കോസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് വേറെ ആളുകളുമായിട്ട് വേറെ കമ്മ്യൂണിക്കേഷൻസ് ഒന്നുമില്ല, പ്രത്യേകിച്ച് സുഹൃത്തുക്കളൊന്നും തന്നെ ഇല്ല. എന്തിനത് ഇവരുടെ പാസ്പോർട്ട് കോപ്പി പോലും നമുക്ക് എടുക്കാൻ സാധിക്കുന്നില്ല. നമുക്ക് പ്രത്യേകിച്ച് വേറെ വാർത്തയും കിട്ടാത്തൊരു സാഹചര്യത്തിൽ നമുക്കിത് നമ്മുടെ കമ്മ്യൂണിറ്റിയിലോ നമ്മുടെ സുഹൃത്തുക്കൾക്കിടയിലോ വാട്സപ്പ് ഗ്രൂപ്പിലോ ഒന്നും ഇത് ഷെയർ ചെയ്യാൻ പറ്റത്തില്ല. അത് അനാവശ്യമായിട്ട് നമ്മൾ ഒരു സംഭവത്തെ മിസ്ലീഡ് ചെയ്യുന്ന പോലെ ആയിപ്പോവും. അവസാനം ഞങ്ങൾ കപ്ലാൻ ഹോസ്പിറ്റലിൽ അന്വേഷിച്ചു. ഹോസ്പിറ്റലിൽ ഇങ്ങനെ ഒരാൾ അഡ്മിറ്റ് ചെയ്തില്ല. ഇങ്ങനെയൊക്കെ ഇരിക്കുന്ന സാഹചര്യത്തിൽ അവിടെ ഈ നാശനഷ്ടങ്ങളുണ്ടായ ആളുകളുടെ കണക്കെടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് രജിസ്ട്രേഷൻ ഗവൺമെൻറ് വെച്ചിരുന്നു. ആ രജിസ്ട്രേഷൻ സമയത്ത് ഈ ചേച്ചി അവിടെ ചെന്നു. ശരിക്കും പറഞ്ഞാൽ ആളുകളൊക്കെ വണ്ടറായിപ്പോയി. കാര്യം എന്ന് വെച്ചാൽ, ഈ ചേച്ചി വേണ്ട രീതിയിൽ ആളുകളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാത്തത് കൊണ്ട് തന്നെ ഇയാൾ മിസ്സിങ് ആണെന്നൊരു ചിന്തയിലായിപ്പോയി നമ്മളെല്ലാവരും. ഒരുപാട് ടെൻഷൻ അടിച്ചു. ഒത്തിരി ആളുകൾ, ഞാൻ പറഞ്ഞല്ലോ, രാത്രി എൻ്റെ നൈറ്റ് ഉറങ്ങാൻ പറ്റിയിട്ടില്ല. ഈ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്യാൻ, അല്ലെങ്കിൽ അയാളെ നമുക്ക് കണ്ടെത്താനായിട്ട് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ മാക്സിമം സൗഹൃദ വലയങ്ങൾ, ഫ്രണ്ട്സ് നെറ്റ്വർക്ക് നമ്മൾ കീപ്പ് ചെയ്യുക. വാട്സപ്പ് കൂട്ടായ്മകളുണ്ടെങ്കിൽ വാട്സപ്പ് കൂട്ടായ്മകൾ ചേരുക. നമുക്ക് ട്രസ്റ്റബിൾ ആയിട്ടുള്ള ആളുകൾ. അതുപോലെ തന്നെ എപ്പോഴും ഇതിനു മുന്നേ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരുന്ന സമയത്ത് നമ്മൾ പരമാവധി വൈരാഗ്യങ്ങൾ ഒഴിവാക്കുക. നമുക്ക് പലരോടും പല പ്രശ്നങ്ങളുണ്ടാകും. ഈ പറയുന്ന ഞാനടക്കം എന്നോട് പല പ്രശ്നങ്ങളുണ്ടാകും, എനിക്കും പല പ്രശ്നങ്ങളുണ്ടാകും. പക്ഷേ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമ്മൾ യാതൊരു രീതിയിലും മുതലെടുക്കാതിരിക്കുക ഒന്ന്. പിന്നെ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ പോലും നമ്മുടെ ഒരു സുഹൃത്താണെങ്കിൽ ആ സുഹൃത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ സുഹൃത്തിന് നമ്മളാൽ ചെയ്യാൻ പറ്റുന്ന എല്ലാ സഹായങ്ങളും ചെയ്യാവുന്ന ഒരു സാധ്യമായ സാഹചര്യത്തിലേക്ക് നമ്മൾ കൊണ്ടുവന്നെത്തിക്കുക. അതുപോലെ തന്നെ യുദ്ധ സാഹചര്യത്തിലാണെങ്കിൽ പോലും നമ്മുടെ റൈറ്റ്സ്, ഇവിടെ വർക്ക് ചെയ്യുന്ന ഫോറിൻ വർക്കേഴ്സിൻ്റെ റൈറ്റ്സ് കംപ്ലീറ്റ് ആയിട്ടും ഇൻഷുറൻസ് അടങ്ങുന്ന എല്ലാ റൈറ്റ്സും നമുക്ക് ഈ സമയത്തും വാറിൻ്റെ സിറ്റുവേഷനിലും നമുക്ക് കിട്ടുന്നതായിരിക്കും. അതുപോലെ ഡേഞ്ചറസ് ആയിട്ടുള്ള സിറ്റുവേഷൻസ്, ചില ആളുകൾ പറയാറുണ്ട് ബങ്കറുകളില്ല എനിക്ക്, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു വാർ നടക്കുന്ന ഒരു സാഹചര്യത്തിൽ അല്ലെങ്കിൽ പ്രദേശത്ത് നമുക്ക് ബങ്കറുകളില്ലാത്ത വീടുകളിലാണ് നമ്മൾ താമസിക്കുന്നതെങ്കിൽ ഗവൺമെൻറ് അധികൃതരെ അതറിയിക്കുക. നമ്മുടെ ഏജൻസിയിൽ മസ്റ്റായിട്ട് നമ്മൾ അറിയിച്ചിരിക്കണം. ഇനി അങ്ങനെ ഒരു പ്രത്യേക സാഹചര്യം നമ്മൾ
ഫേസ് ചെയ്യുന്ന ഒരു സമയത്ത് നമ്മൾ ബങ്കറില്ലാത്തൊരു സ്ഥലത്താണ് തീർച്ചയായിട്ടും 100 ഡയൽ ചെയ്യുക, 100 ഡയൽ ചെയ്തിട്ട് പോലീസിനെ നമ്മൾ വിവരം അറിയിച്ച് കഴിഞ്ഞാൽ ഗവൺമെൻറ് സൈഡിൽ നിന്ന് അല്ലെങ്കിൽ പോലീസിൻ്റെ സൈഡിൽ നിന്ന് നമുക്ക് വേണ്ട സഹായങ്ങൾ അടിയന്തരമായിട്ടും അവർ തരുന്നതായിരിക്കും. പേഷ്യൻറ്റിൻ്റെ കാര്യത്തിൽ പലർക്കും ഉള്ളൊരു സംശയമാണിത്. നമ്മൾ പെട്ടെന്ന് ബങ്കറിലേക്ക് മാറാൻ ഒരു സാഹചര്യം ഉണ്ടാകുകയാണ്. ആ ഒരു സമയത്ത് നമ്മുടെ പേഷ്യൻറ്റിനെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റാത്തൊരു സാഹചര്യം വരികയാണെങ്കിൽ എന്ത് ചെയ്യാമെന്നുള്ളത്. നമ്മുടെ ഈ സേഫ്റ്റി അല്ലെങ്കിൽ HSC എന്ന് പറയുന്ന ഹെൽത്ത് എൻവയറൺമെൻറ്റ് ആൻഡ് സേഫ്റ്റിയുടെ ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് തന്നെ മെഡിക്കലി പറയുമ്പോൾ നമ്മൾ സെൽഫ് സേഫ്റ്റി, പേഷ്യൻറ്റ് സേഫ്റ്റി, അതേഴ്സ് സേഫ്റ്റി, അതായത് നമ്മുടെ സ്വന്തം പ്രൊട്ടക്ഷൻ നമ്മളെപ്പോഴും നോക്കിയിരിക്കണം. ആ കൂടെ നമ്മളെ പേഷ്യൻറ്റിന് സാധ്യമാകുകയാണെങ്കിൽ പേഷ്യൻറ്റിന് ഷിഫ്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കണം. അതിനുശേഷം നമുക്ക് മറ്റൊരാളെ സഹായിക്കാനായിട്ടൊരു സാഹചര്യം ഉണ്ടെങ്കിൽ അതേഴ്സ് സേഫ്റ്റിയും കൂടെ നമ്മൾ ഏറ്റെടുക്കാനായിട്ട് തയ്യാറാകുക. മൂന്നാമത് പറഞ്ഞത് തീർത്തും ഓപ്ഷണലാണ്, പക്ഷേ നമ്മുടെ പേഷ്യൻറ്റും നമ്മളും അതിനകത്ത് നേരത്തെ തന്നെ ഫാമിലിയോട് കാര്യം അറിയിച്ചിരിക്കുക. ഇപ്പം ബെഡ് റിഡനായിട്ടുള്ളൊരു പേഷ്യൻ്റ് ആണെങ്കിൽ ആ ഫാമിലിയോട് നേരത്തെ തന്നെ പറയുക, ഇതാണ് സിറ്റുവേഷൻ, ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഒരാളും പറയത്തില്ല, നിങ്ങളവിടെ സ്റ്റേ ചെയ്യണമെന്ന് ആരും പറയത്തില്ല. സോ അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് നമ്മൾ പേഷ്യൻ്റ് ഏജൻസിയിൽ മസ്റ്റായിട്ടും അറിയിച്ചിരിക്കണം. നമ്മൾ സേഫ്റ്റി റൂമിലേക്ക് മാറുക എന്നൊരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് മറ്റൊരാളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമ്മുടെ ജീവനും കൂടെ അപകടത്തിൽ വരുന്നൊരു സാഹചര്യം വരുന്നതാണ്. അതുപോലെ തന്നെ എംബസികൾ അല്ലെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ എംബസിയാണ്. ഇന്ത്യൻ എംബസി തരുന്ന എല്ലാ മാർഗ്ഗനിർദ്ദേശങ്ങളും കൃത്യമായിട്ട് നമ്മൾ ഫോളോ ചെയ്യുക. പരമാവധി സൗഹൃദ വലയങ്ങൾ ചേർത്ത് പിടിക്കാനായിട്ട് ശ്രമിക്കുക. ഇങ്ങനൊരു സാഹചര്യത്തിൽ വാട്സപ്പ് കൂട്ടായ്മകളിലൊക്കെ വരുന്ന മെസ്സേജുകളെല്ലാം നമ്മൾ ഒരുപാട് നല്ല രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ ഇൻഫോർമേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ഒത്തിരി സുഹൃത്തുക്കളുണ്ട്. നേരത്തെ ഇസ്രയേലിൻ്റെ സാഹചര്യത്തിൽ മറിച്ചിട്ട് ഇന്നലെ ഈ ഒരു സംഭവം ഉണ്ടായപ്പോൾ തന്നെ വെളുപ്പിന് 3 മണിക്കാണെങ്കിൽ പോലും ഒത്തിരി സുഹൃത്തുക്കൾ എന്നെ ഇങ്ങോട്ട് വിളിച്ചിട്ട് പറഞ്ഞു, നമുക്ക് വേണമെങ്കിൽ അവിടെ പോകാം കേട്ടോ, നമുക്ക് കുഴപ്പമില്ല. അതായത് എൻ്റെ കൂടെ വരാനായിട്ട് തയ്യാറായ ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. ഭാഗ്യമെന്ന് പറയാമല്ലോ, പോകേണ്ടിയൊന്നും വന്നില്ല. കാരണം അതിൻ്റെ പരിസരത്ത് വർക്ക് ചെയ്യുന്ന സുഹൃത്തുക്കൾക്ക് തന്നെ ആ വെളുപ്പിന് 3 മണി സമയമാണെങ്കിൽ പോലും അവർ തന്നെ കോർഡിനേറ്റ് ചെയ്ത് അവർ ഏകദേശം 1-2 കിലോമീറ്റർ നടന്ന ആ സ്ഥലത്ത് ചെന്ന്, അതുപോലെ തന്നെ ബത്യാമിൽ ഈ ഇഷ്യൂ ഉണ്ടായ സമയത്ത് ഒരു ചേച്ചി അവിടെ ഉണ്ടായിരുന്നു. ആ ചേച്ചി ഒറ്റപ്പെട്ടു പോയി. പെട്ടെന്നൊരു മൾഡോവ ഫാമിലിയിലാണ് അവർ അഭയം തേടിയിരുന്നത്. കുറച്ച് ചേച്ചിമാർ അവിടെ ഉണ്ടായിരുന്ന ആളുകൾ നടന്നു പോയി ഇവരുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് അവരുടെ വീടുകളിലേക്ക് മാറ്റി. അങ്ങനെ നല്ല രീതിയിലുള്ളൊരു കൂട്ടായ്മ ഇസ്രായേലിൽ ഇപ്പോൾ മലയാളികളുടെ ഇടയിൽ ഫോം ചെയ്യുന്നുണ്ട്. അത് അതുപോലെ തന്നെ കീപ്പ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക. പിന്നെ എക്സ്പെഷ്യലി ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ സുഹൃത്തുക്കളും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സഹായിക്കാനായിട്ട് സജ്ജരാകുക. ഇസ്രായേൽ സംബന്ധമായ ഏതൊരു കാര്യത്തിനും ആർക്കും ഏത് സമയത്തും നമ്മളുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. നമ്മളെക്കൊണ്ട് സാധ്യമായിട്ടുള്ള ഞാനടങ്ങുന്ന എൻ്റെ വലിയ സൗഹൃദ വലയം ഇസ്രായേലുണ്ട്. ആ വലിയ സൗഹൃദ വലയത്തിന് ഞങ്ങളെക്കൊണ്ട് പറ്റുന്ന ഞങ്ങളുടെ സേഫ്റ്റി കണക്കിലെടുത്തുകൊണ്ട് ആ സേഫ്റ്റിക്കുള്ളിൽ വെച്ച് എന്തൊക്കെ സഹായങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുമോ അതെല്ലാം നമ്മൾ ചെയ്തു തരാൻ തീർച്ചയായിട്ടും തയ്യാറാണ്. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ടെലവീവിലോ അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ ഈ സെൻട്രൽ ഏരിയയിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഷെൽട്ടറില്ലാത്ത അല്ലെങ്കിൽ താമസിക്കാൻ പറ്റാത്ത പെട്ടെന്ന് ജോലിയിൽ നിന്ന് ഇറക്കി വിടുന്നൊരു സാഹചര്യമോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള അറ്റാക്കിനെ തുടർന്ന് നിങ്ങൾക്ക് താമസിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ ഏത് അർദ്ധരാത്രിയിലാണെങ്കിലും നിങ്ങൾക്ക് ധൈര്യമായിട്ട് എന്നെ വിളിക്കാം. നിങ്ങളുടെ കയ്യിൽ പൈസ ഇല്ല എന്നൊരു പ്രശ്നം കൊണ്ട് വിളിക്കാതിരിക്കേണ്ട. ഞങ്ങളുടെ ഹോസ്റ്റൽ എപ്പോഴും സജ്ജമാണ്. അവിടെ താമസിക്കാനും ഭക്ഷണത്തിനുമുള്ള എല്ലാ സൗകര്യങ്ങളും നമ്മൾ എല്ലാവർക്കും എത്ര പേരുണ്ടെങ്കിലും നമ്മളെ കൊണ്ട് പറ്റുന്ന സാഹചര്യത്തിൽ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കേണ്ടി വരുന്നു മാത്രമേ ഉള്ളൂ. തീർത്തും സൗജന്യമായിട്ട് ചെയ്തു തരാനായിട്ട് നമ്മൾ തയ്യാറാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഇസ്രായേൽ ഗവൺമെൻറ്റിനോടൊപ്പം നിന്നുകൊണ്ട് തന്നെ അല്ലെങ്കിൽ ഇസ്രായേലിനോടൊപ്പം നിന്നുകൊണ്ട് തന്നെ നമ്മുടെ എല്ലാ സുഹൃത്തുക്കളുടെയും പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെയും കൂടെ ഉത്തരവാദിത്വമാണെന്ന് ഒന്നും കൂടെ ഓർമ്മപ്പെടുത്തുന്നു. നന്ദി, നമസ്കാരം.